അങ്ങനെ ഇക്കൊല്ലത്തെ തുലാമാസം മഴയൊക്കെ വന്നു പോയി. അതിൻ്റെ ഓർമ്മയ്ക്കായി ബാക്കി വെച്ച് പോയതാട്ടോ ഇതൊക്കെ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ ഉണർന്നാൽ ചെറിയ മഞ്ഞൊക്കെയാണ്. ചെടികളിലൊക്കെ തന്നെ മഞ്ഞുതുള്ളികളൊക്കെ കാണാം. വൃശ്ചികം പടിവാതിൽക്കലെത്തിയെന്ന് സാരം. വൃശ്ചിക മാസം എൻ്റെ പിറന്നാൾ മാസം കൂടിയാണ് കേട്ടോ. എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് ഈ ക്യാറ്റ്സ് ക്ലബ് പോയിട്ട് നിൽക്കുന്നത്. എല്ലാം പ്രകൃതിയുടെ ഓരോ ബ്ലെസ്സിങ്സ് ആണല്ലേ. എന്നെ എപ്പോഴും പീസ്ഫുള്ളായി ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഗ്രീനറി കണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു നോവൽ വായിക്കുക, പാട്ടൊക്കെ കേട്ടിരിക്കുക. അങ്ങനെ ഒരുപാട് സങ്കടമൊക്കെ തോന്നുമ്പോൾ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി ഭാരമൊക്കെ ഇറക്കി വെക്കും. അതാണ് പതിവ്. പക്ഷേ ഇതൊക്കെ ചെയ്താലും ഓക്കെ ആകാത്ത ദിവസങ്ങളും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങളിലൂടെയാണ് കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള യാത്ര. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത്. പക്ഷേ പതുക്കെ ട്രാക്കിലേക്ക് വരാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഞാൻ. ഈ സെൽഫ് ലവ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്നത് സെൽഫ് ഗ്രൂമിംഗ് ഒക്കെയാണ്. പക്ഷേ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക, സമാധാനവും സന്തോഷവും പ്രയോറിറ്റൈസ് ചെയ്യുമ്പോഴാണ് സെൽഫ് ലവ് കംപ്ലീറ്റ് ആവുക എന്നാണ്. എൻ്റെ ഈ അഭിപ്രായം ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നവയാണ് കേട്ടോ.